PCOS ഉള്ളവർ 40 വയസ്സിന് മുമ്പ് അറിയേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ അറിയുവാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ആദ്യത്തെ കാര്യം, PCOS എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് പ്രോബ്ലം അല്ല എന്നുള്ളതാണ്. ഇതൊരു ക്രോണിക് മെറ്റബോളിക് കണ്ടീഷൻ കൂടിയാണ്. അതുകൊണ്ട് പീരീഡ്സ് റെഗുലർ ആണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കരുത്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, വെയിറ്റ് ഗെയിൻ, പ്രീ ഡയബറ്റിസ്, അതുപോലെ ലിപ്പിഡ് പ്രൊഫൈലിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ ഈ അസുഖത്തിന്റെ ഒപ്പം കാണുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വെയിറ്റ് ലോസ് എന്നുള്ളത് കാലറി മാത്രം കുറച്ചതുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കത് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ക്രാഷ് ഡയറ്റ്സും മീൽ സ്കിപ്പിങ്ങും ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല ലോങ് ടേമിലേക്ക്. കാരണം PCOSൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക്, മസിൽ മാസ്, നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവയും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഹെയർ ഫോൾ ആൻഡ് ഹെയർ തിന്നിങ്ങിനെ ഒരു സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് കാണരുത്. കാരണം ഇത് ഹയർ ആൻഡ്രോജൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. നാലാമത്തെ കാര്യം, ആക്നെ, അതുപോലെ ഫേഷ്യൽ ഹെയർ, വെയിറ്റ് ഗെയിൻ എന്നിവ ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയി മാത്രം കാണരുത്. കാരണം ഇത് നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസിന്റെയും മെറ്റബോളിക് ഇംബാലൻസിന്റെയും ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് ക്രീംസ് മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊണ്ടോ ട്രീറ്റ്മെന്റ്സ് അതിനു വേണ്ടി മാത്രം എടുത്തുകൊണ്ടോ അത് എഫക്റ്റീവ് ആവില്ല. അഞ്ചാമത്തെ കാര്യം, ഫെർട്ടിലിറ്റി കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം PCOSന് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി എന്നുള്ള തെറ്റിദ്ധാരണയാണ്. PCOS നിങ്ങളുടെ ഫെർട്ടിലിറ്റി മാത്രമായല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓവറോൾ മെറ്റബോളിസം, ക്വാളിറ്റി ഓഫ് ലൈഫ്, സ്ലീപ്പ് ക്വാളിറ്റി, സ്ട്രെസ് ലെവൽ, പ്രൊഡക്ടിവിറ്റി എന്നിവയെ കൂടി താളം തെറ്റിക്കാവുന്ന ഒന്നാണ്. PCOS ട്രീറ്റ്മെന്റിന്റെ ലക്ഷ്യം എന്നുള്ളത് ഫെർട്ടിലിറ്റി മാത്രമല്ല. നിങ്ങളുടെ എനർജി ലെവൽസ് മെച്ചപ്പെടുത്തുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക, വെയിറ്റ് മാനേജ് ചെയ്യുക, അതുവഴി നിങ്ങളുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നതാവണം PCOS ട്രീറ്റ്മെന്റിന്റെ ലക്ഷ്യം. കറക്റ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുമ്പോൾ പീരീഡ്സ് മാത്രമല്ല, നിങ്ങളുടെ ഫെർട്ടിലിറ്റി, നിങ്ങളുടെ മെറ്റബോളിക് ഹെൽത്ത്, കോൺഫിഡൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവയെല്ലാം ഒരുമിച്ചാണ് ഇംപ്രൂവ് ആവുന്നത്. PCOS ഡയഗ്നോസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്ന് കമന്റ് ചെയ്യൂ. അത് 30-ന് മുമ്പായിരുന്നോ അതോ 40-നോട് അടുത്തിട്ടായിരുന്നോ? PCOS, വിമൻസ് ഹെൽത്ത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നിവയെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ അറിവുകൾക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.